ഷിരൂർ ദൗത്യം നിർണായക ഘട്ടത്തിലെത്തി നിൽക്കുന്നു. ഗംഗാവലി പുഴയിൽ ട്രക്കിന്റെ ടയറും കയറും കണ്ടെത്തി. ഈശ്വർ മാൽപ്പയുടെ നേതൃത്വത്തിൽ നടത്തിയ തെരച്ചിലിലാണ് ട്രക്കിന്റെ ഭാഗങ്ങൾ കണ്ടെത്തിയത്. മുങ്ങൽ വിദഗ്ധൻ ഈശ്വർ മാൽപ്പെ പുഴയിലിറങ്ങി നടത്തിയ തെരച്ചിലിൽ ടയർ കണ്ടെത്തി. ഗംഗാവലി പുഴയിൽ 15 അടി താഴ്ചയിൽ ഒരു ലോറി തലകീഴായി നിൽക്കുന്ന രീതിയിൽ കണ്ടതായി മാൽപ്പെ അറിയിച്ചു. മണ്ണിടിച്ചിലിൽ ഒലിച്ചുപോയ ചായക്കടയുടെ സമീപത്തായുള്ള പ്രദേശത്താണ് ലോറി കണ്ടത്. പുഴയിൽ മറ്റൊരു വാഹനത്തിന്റെ ക്ലച്ചും സ്റ്റിയറിംഗും അടങ്ങിയ ഭാഗങ്ങളും കണ്ടെത്തിയിട്ടുണ്ട്. MLA സതീഷ് സെയിലിനെ മുങ്ങൽ വിദഗ്ധൻ ഈശ്വർ മാൽപ്പെ ഇക്കാര്യങ്ങൾ ധരിപ്പിച്ചു. ട്രക്കിന്റെ ടയറും കയറും കണ്ടെത്തിയത് കാർവാർ MLA സതീഷ് സെയിൽ ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുകയാണ്. എന്നാൽ ലോറി അർജുന്റേതാണ് എന്ന് സ്ഥിരീകരിക്കാൻ സാധിച്ചിട്ടില്ല. പുഴയുടെ അടിത്തട്ടിലുള്ള ലോറി പുറത്തെത്തിക്കാൻ ക്രെയിൻ എത്തിക്കുമെന്നും സതീഷ് സെയിൽ MLA പറഞ്ഞു. ദീപക് മലയമ്മയും AK അഭിലാഷും നമുക്കൊപ്പം ചേരുന്നു. തത്സമയം നമുക്കിപ്പോൾ ഡ്രഡ്ജിംഗ് വെസലും കാണാം. ദീപക് മലയമ്മ, AK അഭിലാഷ്, ഗുഡ് ഈവനിംഗ്. ഇന്നത്തെ ദൗത്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട സമയത്തേക്ക് നമ്മൾ എത്തുകയാണ്. ഗംഗാവലിയിലെ തെരച്ചിൽ അത് ഈ കയർ കെട്ടി മാൽപ്പെ ഉറപ്പിച്ച ഭാഗത്തേക്ക് ഡ്രഡ്ജിംഗ് വെസൽ എത്തിച്ചുകൊണ്ട് തുടങ്ങാറായോ? ദീപക് മലയമ്മ, കേൾക്കാമോ? ചോദ്യം ആവർത്തിക്കാമോ? ദീപക് മലയമ്മ, ഡ്രഡ്ജർ വെസലിലെ ക്രെയിൻ ഉണ്ട്. ആ ക്രെയിൻ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ഉയർത്തൽ ശ്രമം ആദ്യഘട്ടത്തിൽ അത് നടത്താനാണോ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്? യെസ്, അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ ഡ്രഡ്ജർ ഈ ഒരു മേഖലയിലേക്ക്, അതായത് നേരത്തെ തന്നെ മാൽപ്പെ പരിശോധന നടത്തി ട്രക്കുണ്ട് എന്ന് സ്ഥിരീകരിച്ചിരിക്കുന്ന പ്രദേശത്തേക്ക് കൃത്യമായി തന്നെ ഒരു ഡ്രഡ്ജർ ഇവിടെ എത്തിക്കുകയും അത് നങ്കൂരമിടുകയും ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന അനുസരിച്ച് ഈ ഡ്രഡ്ജറിലെ ക്രെയിൻ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഒരു ശ്രമം ആദ്യഘട്ടത്തിൽ നടത്താനുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ നടത്തുന്നത് എന്നുള്ളതാണ്. നേരത്തെ തന്നെ സതീഷ് കൃഷ്ണ സെയിൽ MLA, കാർവാർ MLA, മഞ്ചേശ്വരം MLA AK മഷ്റഫ് ഉൾപ്പെടെയുള്ള ആളുകൾ, SP ഉത്തരകന്നഡ SP ഉൾപ്പെടെയുള്ള ആളുകൾ ഒരു ചർച്ച പ്രാഥമികമായി നടത്തിയിരുന്നു. അവർ പിന്നീട് ഡ്രഡ്ജറിലേക്ക് ഡിങ്കി ബോട്ടിൻ്റെ സഹായത്തോടു കൂടി എത്തി. അവിടെ വെച്ച് കൂടുതൽ ആലോചനകൾ നടത്തി. മാൽപ്പയെ വിളിച്ചതിന് ശേഷം അദ്ദേഹവുമായി സംസാരിച്ചു. എന്ത് ചെയ്യാൻ കഴിയുമെന്നുള്ളത് സംബന്ധിച്ച് അന്തിമമായ ഒരു ആലോചനയിലേക്ക് എത്തുകയും ചെയ്തു. അതേ തുടർന്നാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഡ്രഡ്ജർ നേരത്തെ നങ്കൂരമിട്ടിരുന്ന പ്രദേശത്ത് നിന്ന് നീക്കി ഈ ഒരു ട്രക്ക് കണ്ടെത്തിയിരിക്കുന്ന പ്രദേശത്തേക്ക് അടുപ്പിക്കുകയും ആ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് നങ്കൂരമിടുകയും ചെയ്തിരിക്കുന്നു. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ സാധിക്കും. മാൽപ്പെ വീണ്ടും ഒരു ഡൈവ് അവിടെ നടത്തിയേക്കും. അങ്ങനെയെങ്കിൽ ആ ഒരു ഡ്രഡ്ജറിലുള്ള ക്രെയിൻ ഉപയോഗിച്ചുകൊണ്ട് തന്നെ അതിനെ ഹുക്ക് ചെയ്യുന്ന രീതിയിൽ, ട്രക്കിനെ ഹുക്ക് ചെയ്യുന്ന രീതിയിലുള്ള നടപടികളായിരിക്കും ഉണ്ടാവുക എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അത്തരത്തിലുള്ള നീക്കങ്ങളാണ് ഇവിടെ നിന്നും കാണുന്നത്. അതിൻ്റെ റോപ്പ് താഴെ ഭാഗത്തേക്ക്, ഹുക്കിൻ്റെ റോപ്പ് താഴെ ഭാഗത്തേക്ക് വരുന്നതൊക്കെ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഏതാണ്ട് 50 ടൺ ഭാരം വരെ വഹിക്കാൻ ഈ ട്രക്കിന് കെൽപ്പുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ട്രക്കിൻ്റെ ടയറിനും ഒപ്പം തന്നെ മറ്റ് ലോഹഭാഗങ്ങളും കണ്ടെത്തിയ പ്രദേശം കേന്ദ്രീകരിച്ചുകൊണ്ട് അത് ഹുക്ക് ചെയ്യാൻ സാധിക്കുകയാണ് എങ്കിൽ, ഏതാണ്ട് 15 അടി താഴ്ചയിലാണ് ആ ട്രക്ക് കണ്ടെത്തിയിരിക്കുന്നത്. അത് ഹുക്ക് ചെയ്യാൻ സാധിക്കുകയാണ് എങ്കിൽ, അത് ഉയർത്തിക്കൊണ്ടുവരാൻ സാധിക്കുകയാണ് എങ്കിൽ ഇന്ന് തന്നെ ഒരു റിസൾട്ടിലേക്ക് എളുപ്പത്തിൽ എത്താൻ കഴിയും എന്നുള്ള സൂചനകൾ തന്നെയാണ് ലഭിക്കുന്നത്. യെസ്, ഈശ്വർ മാൽപ്പെ ഇപ്പോൾ ആ ഒരു ഹുക്കിൽ തൂങ്ങിയാടി അദ്ദേഹം താഴേക്ക് ഇറങ്ങുകയാണ്. ഇനിയിപ്പോൾ അദ്ദേഹം താഴേക്ക് എത്തിക്കഴിഞ്ഞാൽ കൃത്യമായി എത്തിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന് നേരത്തെ തന്നെ മാർക്ക് ചെയ്തിരിക്കുന്ന ആ ട്രക്കുള്ള മേഖലയിലേക്ക് കേന്ദ്രീകരിക്കാൻ കഴിയും. അങ്ങനെ കേന്ദ്രീകരിക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെയുള്ള ആ ലോഹഭാഗത്തിൽ അത് കൃത്യമായി തന്നെ മാർക്ക് ചെയ്യാൻ കൂടി സാധിക്കുകയാണ് എങ്കിൽ അത് വളരെ ഗുണകരമായ ഒരു ദൗത്യത്തിൻ്റെ വിജയകരമായ ദൗത്യത്തിലേക്ക് എത്തിക്കുന്നതിലേക്ക് മാറുമെന്ന കാര്യത്തിൽ തർക്കമില്ല. അദ്ദേഹം ഇപ്പോൾ ആ ഹുക്കിലേക്ക് മാറിയിരിക്കുന്നു. ഇനി അതിൻ്റെ റോപ്പ് താഴ്ഭാഗത്തേക്ക് വരുന്നു. ആ ക്രെയിനിൻ്റെ റോപ്പ് ഉൾപ്പെടെ താഴ്ഭാഗത്തേക്ക് വരുന്ന ദൃശ്യങ്ങൾ നമുക്ക് വളരെ പ്രകടമായി തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അല്പസമയം മാൽപ്പെ വെള്ളത്തിൻ്റെ ജലോപരിതലത്തിലേക്ക് ഇതിനോടകം തന്നെ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ഇനി താഴ്ഭാഗത്തേക്ക് ആ ഒരു റോപ്പും വഹിച്ചുകൊണ്ട് താഴ്ഭാഗത്തേക്ക് പോകുക എന്നുള്ളതാണ് ഇനി നടക്കാനുള്ള ദൗത്യം. അങ്ങനെ ഏതാണ്ട് 15 അടിയോളം താഴ്ചയിലേക്ക് അദ്ദേഹത്തിന് എത്തിച്ചേരാൻ കഴിഞ്ഞാൽ, ആ റോപ്പ് കൃത്യമായി ആ വാഹനത്തിൻ്റെ ലോഹഭാഗങ്ങളിൽ കൃത്യമായി കുരുക്കാൻ കഴിഞ്ഞാൽ അത് വളരെ എളുപ്പത്തിൽ തന്നെ പിന്നീട് അദ്ദേഹത്തിന് റോപ്പ് കൂടി അദ്ദേഹത്തിന് അഡീഷണലായി കൊടുക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ ആ റോപ്പ് ഉപയോഗിച്ച് ഒപ്പം തന്നെ ഈ ക്രെയിനിൻ്റെ റോപ്പ് കൂടി ഉപയോഗിച്ചുകൊണ്ട് താഴെ ഭാഗത്ത് ഹുക്ക് ചെയ്യാനുള്ള ശ്രമങ്ങൾ തന്നെ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ആ ഒരു ശ്രമം എത്ര കണ്ട് വിജയകരമാകും എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷയോടുകൂടി നോക്കിയിരിക്കുന്നത്. നേരത്തെ തന്നെ മാർക്ക് ചെയ്ത ഭാഗങ്ങളിലല്ലാതെ മാൽപ്പെ നടത്തിയ ഒരു ദൗത്യം, അദ്ദേഹം മുങ്ങാങ്കുഴിയിട്ട് ഏതാണ്ട് 15 അടിയോളം താഴ്ചയിലേക്ക് പോയി കണ്ടെത്തിയ കണ്ടെത്തൽ, ഇത്രയും കാലത്തെ കാത്തിരിപ്പ്, ആ കാത്തിരിപ്പിനൊടുവിലൊരു
ഒരു റിസൾട്ടിലേക്ക് എത്തിച്ചേരുന്നു എന്നുള്ള പ്രതീക്ഷ നൽകുന്ന സമയത്തിലേക്ക് നമ്മൾ കടന്നിരിക്കുന്നു. നേരത്തെ ക്രെയിൻ പുറത്തുനിന്ന് എത്തിക്കാനുള്ള ആലോചനകൾ നടന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ അത് പുറത്തുനിന്ന് എത്തിക്കേണ്ടതില്ല. മറിച്ച് ഈ 50 ടണ്ണോളം ഭാരം വഹിക്കാൻ കഴിയുന്ന ഈ ഒരു ഈ ഒരു ഡ്രഡ്ജറിലെ ക്രെയിൻ ഉപയോഗിച്ച് തന്നെ അത് ഉയർത്താനുള്ള ശ്രമങ്ങൾ സാധ്യമാകുമോ എന്നുള്ള പരിശോധനകൾ കൂടിയാണ് ഇപ്പോൾ നടക്കുന്നത്. ഇനിയിപ്പോൾ മാൽപേ കൃത്യമായ നിർദ്ദേശങ്ങൾ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള സഹായികൾക്ക് നൽകുന്നുണ്ട്. നേരത്തെ തന്നെ മാൽപേ മാർക്ക് ചെയ്തിരുന്ന ആ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ആ മേഖലയിലേക്ക് കൃത്യമായി റോപ്പ് ഉപയോഗിച്ച് അദ്ദേഹവും കൃത്യമായി റോപ്പ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ താഴേക്ക് പോകാനുള്ള ശ്രമങ്ങൾ. ഒരു വശത്ത് SDRFിൻ്റെ സംഘം ഡിങ്കി ബോട്ട് ഉപയോഗിച്ചുകൊണ്ട് ഈ മേഖലയിലേക്ക് എത്തുന്ന ദൃശ്യങ്ങൾ കൂടി നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ സാധിക്കും. അങ്ങനെ കൃത്യമായ ഒരു ആസൂത്രണത്തോടുകൂടി SDRF സംഘത്തിൻ്റെ അംഗങ്ങളൊക്കെ തന്നെ സജ്ജമായി കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ കൃത്യമായ ഒരു ആസൂത്രണത്തോടുകൂടി ആ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പരിശോധനയിലേക്ക് കടക്കുന്നു. ആ ട്രക്ക് പുറത്തേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങളിലേക്ക് കടക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇപ്പോഴും കൃത്യമായി ഉറപ്പിച്ച് നമുക്ക് പറയാൻ സാധിക്കാത്ത ഒന്ന് എന്ന് പറയുന്നത്. അത് അർജുൻ്റെ ലോറിയാണെന്നുള്ളത് സംബന്ധിച്ചുള്ള അന്തിമമായ സ്ഥിരീകരണം ഈ ഒരു ഘട്ടത്തിലും വരുത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതൊരു വസ്തുതയാണ്. എങ്കിൽ പോലും മറ്റൊരു ട്രക്കുകളും ഈ നദിയിലേക്ക് പോയിട്ടില്ല എന്നുള്ളതാണ് ജില്ലാ ഭരണകൂടത്തിൻ്റെ അനുമാനം. ആ തരത്തിലുള്ള അനുമാനത്തിലേക്ക് ഒക്കെ തന്നെ നേരത്തെ തന്നെ അവർ എത്തിച്ചേർന്നതാണ്. അതുകൊണ്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ആ ട്രക്ക് ഭാരത് ബെൻസ് ഗണത്തിൽ വരുന്ന അർജുൻ ഉപയോഗിച്ചിരുന്ന ആ വാഹനം തന്നെയാണ് എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം ഇപ്പോൾ മൽപേ നിൽക്കുന്ന ആ പ്രദേശത്തിന് തൊട്ട് മുകൾ ഭാഗത്ത് നിന്നാണ് അർജുൻ്റെ വാഹനത്തിലുള്ള ഡ്രിങ്കിംഗ് വാട്ടർ കാരിയറായിട്ടുള്ള ഒരു ലോഹഭാഗം അത് കണ്ടെത്തിയത്. അതിന് തൊട്ടടുത്ത് നിന്ന് തന്നെ ഈ വാഹനത്തിലെ മരത്തടികൾ വരിഞ്ഞു കെട്ടിയിരുന്ന കയറുകൾ ഉൾപ്പെടെ കണ്ടെത്തുന്ന കാഴ്ചകൾ കൂടി നമ്മൾ കണ്ടിരുന്നു. അപ്പോഴേ ഒരു പ്രതീക്ഷയ്ക്ക് വക നൽകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയതാണ്. ആ പ്രതീക്ഷയ്ക്ക് പക്ഷേ ഇന്ന് രാവിലെ ഒന്നും തന്നെ ഒരു സൂചകങ്ങളും പിന്നീട് കിട്ടുന്നത് നമ്മൾ കണ്ടില്ല. ഏറ്റവും ഒടുവിൽ അക്വാമാൻ നടത്തിയ അദ്ദേഹത്തിൻ്റെ സാഹസിക നിറഞ്ഞ ഡൈവിലൂടെ തന്നെയാണ് ആ ഒരു നീക്കത്തിലേക്ക് എത്താൻ സാധിച്ചിട്ടുള്ളത്. ഇപ്പോൾ ആ ക്രെയിനിൻ്റെ ഭാഗം അത് ഏറ്റവും താഴെ ഭാഗത്തേക്ക് എത്തിയിരിക്കുന്നു. അതിൻ്റെ റോപ്പ് ഇനി താഴെ ഭാഗത്തേക്ക് എത്തിക്കേണ്ട ചുമതല അത് ഈശ്വർ മാൽപേയിൽ സമർപ്പിതമാണ്. ഈശ്വർ മാൽപേ ഇനിയിപ്പോൾ ആ ഒരു കൃത്യമായി ആ റോപ്പ് താഴ്ഭാഗത്തേക്ക് എത്തിച്ച് അത് ആ ലോഹഭാഗത്തിൽ എവിടെയെങ്കിലും അദ്ദേഹത്തിന് കൃത്യമായി അത് കുരുക്കാൻ കഴിഞ്ഞാൽ, അത് കെട്ടാൻ കഴിഞ്ഞാൽ അതുപയോഗിച്ചുകൊണ്ട് ഒരു ക്രെയിൻ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ആ ട്രക്ക് മുകളിലേക്ക് എത്തിക്കാമെന്നുള്ള പ്രതീക്ഷയാണ് ഇപ്പോൾ പൂർണ്ണമായും ഉള്ളത്. അതിൻ്റെ ക്യാബിൻ തകർന്നിട്ടുണ്ടാകാനുള്ള സാധ്യത തുച്ഛമാണ് എന്നുള്ളതാണ് ലോറി ഉടമ മനാഫ് നേരത്തെ പ്രതികരിച്ചത്. പക്ഷേ അത് എത്രത്തോളം യാഥാർത്ഥ്യമായിരിക്കുമെന്ന് നമുക്കറിയില്ല. ഇനി അങ്ങനെ തകർന്നിട്ടില്ല എങ്കിൽ, അതിനകത്തുള്ള സാധനങ്ങളൊന്നും തന്നെ പുറത്തേക്ക് വന്നിട്ടില്ല എന്നുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് മനാഫ് ആ പ്രതീക്ഷ പങ്കുവയ്ക്കുന്നത്. അങ്ങനെ തകർന്നിട്ടില്ല എങ്കിൽ ഈ അപകടം നടക്കുന്ന സമയത്ത് അർജുൻ വാഹനത്തിലുണ്ടായിരുന്നുവെങ്കിൽ ഒരുപക്ഷേ ഈ കുടുംബം ആഗ്രഹിക്കുന്നത് പോലെ, അർജുൻ്റെ കുടുംബം പ്രതീക്ഷിക്കുന്നത് പോലെ അർജുനെ കണ്ടെത്താൻ കഴിയുമോ എന്നുള്ള ചോദ്യവും അവിടെ നിലനിൽക്കുന്നുണ്ട്. അങ്ങനെ ഏറ്റവും പ്രതീക്ഷാനിർഭരമായ മണിക്കൂറുകളിലേക്ക് ഇപ്പോൾ ശിരൂരിലെ ദൗത്യം 3ാം ഘട്ടത്തിലെത്തുമ്പോൾ കടക്കുന്നു എന്നുള്ളത് തന്നെ നമുക്ക് ആർത്തശങ്കയ്ക്ക് ഇടയില്ലാതെ പറയാൻ സാധിക്കും. ഇത്രയും നാൾ കാത്തിരുന്നത് ഇത്തരത്തിൽ എന്തെങ്കിലും സൂചകങ്ങൾ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടാണ്. പലതരത്തിലുള്ള പരിശോധനകൾ, പലതരത്തിലുള്ള നീക്കങ്ങളൊക്കെ നടക്കുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഇപ്പോൾ ഒരു കയർ കൂടി, ഒരു ഡിങ്കി ബോട്ടിന്റെ അടുത്തേക്ക് കൂടി മാൽപേ എത്തുന്നുണ്ട്. മാൽപേയും സംഘവും, അതായത് മാൽപേക്കൊപ്പം മറ്റ് ഡൈവേഴ്സിനെ കൂടി ഉപയോഗിച്ചുകൊണ്ട് ക്രെയിനിന്റെ റോപ്പ് കൂടി അതിലേക്ക് ഉറപ്പിക്കുക. ഇന്നിപ്പോൾ നിശ്ചയിച്ചിരിക്കുന്നത് 6 മണി വരെയല്ലേ ഡ്രഡ്ജിംഗ് കമ്പനിയുമായുള്ള കരാർ അനുസരിച്ച് 6 മണി വരെയാണ് ഈ തെരച്ചിലിനായി ഡ്രഡ്ജിംഗ് വെസൽ ഉപയോഗിക്കാനാവുക. ഇനിയിപ്പോൾ സമയം 4 മണി കഴിഞ്ഞ് 17 മിനിറ്റ് ആയിരിക്കുന്നു. ഇന്ന് നിർണായകമായ ഒരു ഇടത്തേക്ക് നമുക്ക് എത്താൻ കഴിഞ്ഞ ദിവസമാണ്. അതുകൊണ്ട് തന്നെ മാൽപേ ഉപയോഗിച്ചുകൊണ്ട് കൃത്യമായി ആ വാഹനം അത് അർജുൻ്റെ തന്നെയാണോ എന്ന് അറിയുന്നതിന് അത് ഉയർത്തി നോക്കിയാൽ മാത്രമേ അറിയാൻ കഴിയുകയുള്ളൂ. ഇപ്പോഴുള്ള ദൃശ്യങ്ങളിൽ കുറച്ചുകൂടി ഒരു വ്യക്തത വരുത്തുകയും